നമസ്കാരം, എൻ്റെ പേര് രാംകുമാർ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി സാർ ഗ്രാൻഡ് വിറ്റാർ എടുത്തിരുന്നു അല്ലേ? അപ്പോൾ എടുത്ത സമയത്ത് അതും ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് സാറിന് എന്താണ് ഡിഫറൻസ് വന്നത്, എന്താണ് സാറിനൊരു ഡ്രൈവിംഗ് കംഫർട്ടിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്കെന്ന് പറയുന്നത് നമ്മുടെ ഹൈ പ്രീമിയം ഒരു വണ്ടിയാണല്ലോ. അതെ. അപ്പോൾ ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല. ടൊയോട്ടയുടെ തന്നെ വേറൊരു ഹൈ ക്രോസിന്റെ തന്നെ ഒരു ഇതാണ്. ആ ഫീൽ തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഹൈബ്രിഡ് ആണ്. അപ്പൊ ആ ഒരു മൈലേജ് ഫീലിങ്സും നമുക്കതിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു തന്നെ പോകുന്നുണ്ട്. പിന്നെ ഡ്രൈവിങ്ങും കംഫർട്ടാണ്. പക്ക അത് നല്ലൊരു ഇതിൽ തന്നെ പോകുന്നു. നല്ല സ്മൂത്ത് ആണ് തോന്നുന്നത്. തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇതായിട്ട് പോകുന്നുണ്ട്. നല്ല കംഫർട്ടാണ് വണ്ടി. നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വണ്ടി തന്നെയാണ്. വാല്യൂ ഫോർ മണിയാണ്. സപ്പോസ് ഇപ്പോൾ ഇതിൽ 7 സീറ്റർ 8 സീറ്റർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. ഈ 7 സീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആൽഫയ്ക്കും ആൽഫ പ്ലസ് ഉള്ള മോഡൽസിലാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറിന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിന്റെ ഒരു സൈസ് എങ്ങനെ തോന്നുന്നു സാർ? കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ടോ അതോ? ഇല്ല, വണ്ടി നമുക്ക് പുറത്ത് സൈസായിട്ട് ഉള്ളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സൈസായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇല്ല, നമുക്കൊരു നല്ലൊരു ഫാമിലി ഓറിയന്റഡ് വണ്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. നല്ലൊരു ഓപ്ഷനൽ ഒരു ഫാമിലി ഓപ്ഷനുള്ള വണ്ടിയാണ് നമുക്ക് പറയാം. സാർ ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകാറുണ്ട് യൂഷ്വലി സാറിന്റെ വർക്കിന് വേണ്ടിയിട്ട്? ലോങ് ഡ്രൈവ് പോകാറുണ്ട്. അതെ. അപ്പോൾ മറ്റു വണ്ടികളിലൊക്കെ പോകുമ്പോൾ ഏകദേശം മൈലേജും അത് ഇതുമായിട്ട് വ്യത്യാസം സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്? ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മൈലേജ് തീരണം നമുക്ക്. അതെ. ഇതിൽ ഫ്യൂവലും പ്ലസ് ഇലക്ട്രിക് ആയതുകൊണ്ട് രണ്ടും കൂടി ആയതുകൊണ്ട് നമുക്കൊരു മൈലേജ് നമുക്ക് മോശമില്ലാത്തൊരു മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 70+80 എന്നുള്ള മൈലേജ് നമുക്ക്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 23.7 അടുത്തൊക്കെ മൈലേജ് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഒരു ടെക്നോളജിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബാക്കിലും AC സിസ്റ്റം വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അവിടെ ബാക്കിലും വരുന്നുണ്ട്. പിന്നെ ഓൺലി ഡിഫറൻസ് ഇപ്പോൾ സാറിന് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഗിയർ ബോക്സും ഇവിടെ യൂസ് ചെയ്യുന്നതിലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് തോന്നുന്നുണ്ടോ സാറിന്? ഇല്ല, ഇതൊരു ഒന്നുകൂടി ഒരു കംഫർട്ടായിട്ട് നമുക്ക് തോന്നണം ഇരിക്കുന്ന സമയത്തല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീല് ഇതാണ്. നല്ലൊരു സ്റ്റിയറിംഗ് നല്ലൊരു തന്നെയാണ് പുറത്തേക്കുന്നത്. നല്ലൊരു കംഫർട്ടാണ്. എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം എല്ലാം നമുക്ക് അതിൽ തന്നെ ചെയ്യാം. യൂസ് ചെയ്യാം. സീറ്റ് ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സോ ഇത് സാറിന് ഓടിച്ചപ്പോൾ കംഫർട്ടബിൾ ആണ്. സാർ സജസ്റ്റ് ചെയ്യുമോ ആൾക്കാർക്ക്? എന്താണ് സാറിന് തോന്നുന്ന കാര്യങ്ങൾ? സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. കാരണം ഇത്രയും ഒരു പ്രീമിയം വണ്ടി എന്നുള്ളത് എനിക്ക് നമുക്കത് നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യാവുന്നൊരു വണ്ടിയാണ്. പിന്നെ അതേപോലെ കുറച്ചും കൂടി കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിരിക്കും അല്ലേ? വാല്യൂ ഫോർ മണിയാണ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാമിലി യൂസിനാണെന്നുണ്ടെങ്കിലും അപ്പോൾ 100% വാല്യൂ ഫോർ മണി തന്നെയാണ് എനിക്ക് പറയാം. മിക്ടോൺ തന്നെ 2 വേരിയൻസ് ആണ് വരുന്നത്, സീറ്റ പ്ലസ് ആൻഡ് ആൽഫ പ്ലസ്. സോ ഇതിൽ 7 സീറ്ററും വരുന്നുണ്ട്, 8 സീറ്ററും വരുന്നുണ്ട്. ആൻഡ് ഇത് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർക്കും, അതായത് റൈഡിങ് കംഫർട്ടും അതേപോലെ തന്നെ നോക്കുന്ന ആർക്കാണെങ്കിലും ശരി നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ലൈക്ക് പീപ്പിൾ ഹു ആർ ഗോയിങ് ഫോർ ലോങ് ഡ്രൈവ്സ് ആസ് വെൽ. ഓക്കെ, താങ്ക് യു സർ.